തള്ള വൈബ് ആയതുകൊണ്ട് ഈ പിള്ളേരൊക്കെ എന്നെ അമ്മയായിട്ട് കാണുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ വൈബ് തള്ളയാണ്. ചേച്ചിയുടെ മോളെ ഇറ്റലി വിട്ടാ പഠിക്കുന്നത്. അവിടെ പോയിട്ട് ചേച്ചിയുടെ മോള് കമ്പനി ആയത് ഒരു ഗാങ്സ്റ്ററിന്റെ മോളെ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സത്യങ്ങൾ ചവച്ച് തുപ്പുന്നത് ഷൈൻ മാത്രമാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ 2 പ്രാവശ്യം പോലീസിന്റെ എപ്പോഴും താഴേക്ക് വരികയും ഒരിക്കലും മുകളിലേക്ക് പോകാത്തതുമായത് എന്ത്? മഴ. വേറൊരു ഉത്തരമുണ്ട്. പറയാൻ പറ്റില്ല. അത്രയ്ക്കും പൊക്കൊന്നും വേണ്ട, കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതി. അത്രയ്ക്കും സത്യസന്ധനായിട്ടുള്ള മമ്മൂട്ടി കഴിഞ്ഞാൽ ഇതുപോലെ സ്ലാങ് ഉപയോഗിക്കുന്ന മറ്റൊരു മലയാളത്തിലെ ഒരു നടിയോ നടനോ ഇല്ല. തിരക്കിന്റെ ഇടയിലും ഷൈൻ ചേട്ടന് വരുന്ന മെസ്സേജ് ഒക്കെ നോക്കി അതിന് ഈ നാശവും വെള്ളപ്പൊക്കമൊക്കെ അത് അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കാണുന്നവർക്ക് ഇത് ഇത്തിരി രസകരമായ പരിപാടിയാണല്ലോ. രാവിലെ ടി വി വെച്ച് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കാണാൻ അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ ഒരു ദിവസം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അസാസ് LED ലൈറ്റ്സ് ഒരു ഒന്നൊന്നര ഷോ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇന്ന് പുതിയ ഒരു ഷോ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു ഒന്നൊന്നര ഷോ. ഈ ഷോയിൽ ഇന്ന് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഇവിടെ ലേഡീസ് കുറച്ച് പേരുണ്ട്, ഇവിടെ കുറച്ച് ബോയ്സ് ഉണ്ട് എന്റെ കൂടെ. ഇനി ഇതൊക്കെ നമ്മുടെ ഒക്കെ കൂടെ ഇന്ന് ഈ ഒരു ഒന്നൊന്നര ഷോയില് വേറെ 2 സ്പെഷ്യൽ ഗസ്റ്റും കൂടിയുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഡിസംബർ 5 റിലീസ് ചെയ്യാൻ പോകുന്ന അടിനാശം വെള്ളപ്പൊക്കം ഈ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷണൽ കൂടിയാണ് ഇന്നിപ്പോ നമ്മൾ ഇത് ചെയ്യാൻ പോണത്. അപ്പോ ഈ ഒരു ഒന്നൊന്നര ഷോയിൽ ഒന്നൊന്നര ഗസ്റ്റുകളാണ് എത്താൻ പോകുന്നത്. അടിനാശം വെള്ളപ്പൊക്കമായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പോട് ഇൻവൈറ്റ് ചെയ്യാം. ഷൈൻ ടോം ചാക്കോ, മഞ്ജു ചേച്ചി ഓടി വരൂ. യെസ് മൈക്ക് വെച്ചോ. നമസ്കാരം. നമസ്കാരം. ഷൈൻ. യെസ് ചേച്ചി. ഞാൻ വീട്ടിൽ നിന്ന് മൈക്ക് കേട്ടോ. ചേച്ചി ഇപ്പൊ നടക്കുമ്പോ ഫുൾ ടൈം മൈക്കാണല്ലേ? അതൊക്കെ തരാം. ഷൈൻ ഇടയ്ക്ക് എനർജി ലെവൽ കുറയുന്നു, ക്ഷീണിക്കണമെന്ന് അപ്പോൾ നമ്മളൊരു ഇഞ്ചി തരും. പണ്ട് പറഞ്ഞ ചിരിക്കാത്ത പിള്ളേരെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഷൈൻ. പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലേ? ആവശ്യമുണ്ടായിരുന്നു. ആണോ? എന്നാ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ ഒരു ക്രേറ്റ് ഒക്കെ തന്നു വിട്ടേക്കാം. കുടിക്കണേ ഇപ്പൊ എനർജി. പിന്നെ ഇഞ്ചി അടിച്ച പോലെ ഒന്നും പറയില്ല. അതെ, ഇഞ്ചി അടിച്ചല്ലേ ഞങ്ങളൊക്കെ പറയും. ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറയും ഇതായിട്ട്. ഇഞ്ചിയാന്ന് പറയും. അത് തന്നെ. യെസ്, പുതിയ ഡ്രിങ്കാ ഇഞ്ചി. നോക്കിക്കോ. ജിഞ്ചർ ലൈമിന്റെ കുറച്ച് കുടിച്ചു നോക്കാം. എങ്ങനെയായിരുന്നു? കൊള്ളാല്ലേ? കൊള്ളാമോ? കൊള്ളാം. ആണോ? ജിഞ്ചർ ലൈം ഫുൾ നല്ല എനർജിയിലേക്ക് നമുക്ക് തുടങ്ങാം. സാധാരണ നമ്മൾ അടിനാശം വെള്ളപ്പൊക്കം ഇങ്ങനെ ഓരോ പുതിയ മൂവി റിലീസസ് ഒക്കെ വരുമ്പോ നമ്മൾ ഇങ്ങനെ ഇരുന്ന് മൂവിയുടെ വിശേഷങ്ങളൊക്കെ പറയും. ഒരു സീരിയസ് നിങ്ങളെ നിർത്താൻ പോവാ, നിർത്തിയിട്ട് ഒരു ഗെയിം ഷോയിലൂടെ നമ്മൾ ഇന്ന് ഫുൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഷൈനിന്റെ കൂടെ 3 ഗേൾസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ഗേൾസ്. നമ്മള് മാറിപ്പോയി. അവിടെ കുറച്ച് 3 ബോയ്സ് ഉണ്ട്. ശരിക്കും അവിടെ നിന്നാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊച്ചു കള്ള്. ഓക്കെ, ഇനി ഷൈൻ ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കും. 3 പേര്, 3 തരുണീമണികൾ. ഹാപ്പിയാണോ? ഞാൻ വിചാരിച്ചു മറന്നുപോയത്. അയ്യോ, എന്നെ ഓർമ്മയുണ്ട്. ആ കുട്ടി ആദ്യമായിട്ട് കാണാം. ദുർഗ. അപ്പം ഷൈൻ ഹാപ്പി ആണല്ലോ? അല്ല, ആ ടീമായിട്ട് ഹാപ്പി ആണല്ലോ. ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് ഇനി മഞ്ജു ചേച്ചി. ചേച്ചിയുടെ കൂടെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള നല്ല ഹാൻസം ബോയ്സ് ആണ് കൂടെ ഉള്ളത്. പക്ഷെ എനിക്ക് ഈ തള്ള വൈബ് ആയതുകൊണ്ട് ഈ പിള്ളേരൊക്കെ എന്നെ അമ്മയായിട്ട് കാണുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയ്യോ ഇല്ല, ചേച്ചിയുടെ പക്ഷെ ഞാൻ വൈബ് തള്ളയാണ്. അതല്ല വൈബ് തള്ള. ചേച്ചിയുടെ മോളെ ഇറ്റലി വിട്ടാ പഠിക്കുന്നത്. അവിടെ പോയിട്ട് ചേച്ചിയുടെ മോള് കമ്പനി ആയത് ഒരു ഗാങ്സ്റ്ററിന്റെ മോളെ. സത്യം. ഗാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ ഈ മീഡിയ പീപ്പിൾ എന്ന് പറയുന്ന പോലെയാ. അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെയാണ് അവിടെ നോർമലാണ്. അവളെ കൂടെ പഠിച്ചൊരു കുട്ടി അങ്ങനെയായിരുന്നു. അപ്പൊ ഈ സിനിമ നടക്കുന്ന സമയത്ത് മുഴുവൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും,
സുഷേട്ടാ മാഫിയ പേടിപ്പിക്കലായിരുന്നു പ്രധാന ജോലി. ഇറ്റാലിയൻ മാഫിയ ആയിരുന്നല്ലോ തുടക്കത്തില്, പിന്നെ അത് റഷ്യൻ മാഫിയ ആയി. റഷ്യൻ മാഫിയ കുറച്ച് കൂടുതലൊന്നും ഇല്ല, അത് നാട് വിട്ടതാണ്. അതുകൊണ്ട് മഞ്ജു ചേച്ചിയുടെ ടീമിലേക്ക് ഞാൻ ഒരാളെയും കൂടി അങ്ങ് തരാൻ പോവാണ്. ഷെബിനെ വിളിക്കാം. ഷെബിനും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ 4 പേരായിക്കോളും. ഇവിടെ 4 പേര്, ഇവിടെ 3 പേര്. ഞങ്ങള് മതിയാ. ചേച്ചി കണക്കായിട്ട് സന്തോഷമില്ലാത്ത പോലെ. അല്ലടാ, സന്തോഷം ഇല്ലാഞ്ഞിട്ടല്ല, ഈ കുട്ടികൾ ഞാൻ ചേച്ചി ഇവരെ കാണുന്നല്ലോ, ഇവര് ബെസ്റ്റൊക്കെ ചേച്ചി ആണ്, പക്ഷേ പെൺകുട്ടികളല്ലേ. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ പുതിയ വിശേഷത്തിലേക്ക് കടക്കാം. പറയൂ മഞ്ജു ചേച്ചി, അടിനാശം വെള്ളപ്പൊക്കം എന്താണ് ഈ സിനിമ? അടിനാശം വെള്ളപ്പൊക്കം എന്താണ് സിനിമ? ഡിസംബർ 5 റിലീസ് ഉണ്ട്. മോളെ, അതിനു മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അറിയാം, ചുമ്മാ അങ്ങനെ പോയി കാണാൻ പറ്റൂല. ചേച്ചിയുടെ ക്യാരക്ടർ എന്താ? അത് മനസ്സിലായി മോനെ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആനയുണ്ട്. ആന നമ്മുടെ സാധു എന്ന് പറഞ്ഞിട്ടുള്ള ആനയില്ലേ, ആ ആനയാണ്. ഒരു സെലിബ്രിറ്റി ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. ഓടിയെന്നൊക്കെ കേട്ടു. പേര് പോലെ തന്നെ പാവം പിടിച്ചൊരു സാധനമാണ് ആന. ആന ഷൂട്ട് മുഴുവൻ എനിക്കായിരുന്നു. ആന ഓടിച്ചിട്ടുള്ള ആനപ്പുറത്ത് കയറലും ആന കൊണ്ട് ഓടലും നല്ല വിഷമമുണ്ട്. അപ്പോഴാണ് മനസ്സിലായി ആനയുടെ പുറത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ആനപ്പുറത്ത് ഭയങ്കര പേടിയല്ലേ ഷൈന? എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് കയറി ഇരിക്കാം. പുറത്ത് കയറി ഇരുന്നപ്പോഴാണ് ഇത് കുതിരയുടെ പുറത്ത് കയറുന്ന പോലെ തന്നെയാ. അങ്ങനെ നമുക്ക് കംഫർട്ടായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് പിടിക്കാൻ വേണ്ടിട്ടാ. ഇത് നല്ല ഓട്ടോടും ആന. ആഹാ, അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ മുന്നിൽ നമ്മുടെ ഒരു മച്ചായിരിക്കണ കാരണം അവനെയും കെട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ ആന വന്നപ്പോ വള്ളി പിടിച്ച് കയറുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. വള്ളി പിടിച്ച് കയറി അടികപ്പിയാരെ ഡയറക്ടർ. അടുത്തതും അടിനാശം വെള്ളപ്പൊക്കം അതേപോലെ തന്നെ ഈ നാശവും വെള്ളപ്പൊക്കമൊക്കെ അത് അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കാണുന്നവർക്ക് ഇത് ഇത്തിരി രസകരമായ പരിപാടിയാണല്ലോ. രാവിലെ ടി വി വെച്ച് നാശം വെള്ളപ്പൊക്കത്തിന് രക്ഷിക്കുന്നത് കാണാൻ അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സത്യങ്ങൾ ചവച്ച് തുപ്പുന്നത് ഷൈൻ മാത്രമാണ്. സീരിയസ്ലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഷൈൻ മാത്രമാണ് പക്ഷെ പേടിയില്ലാതെ നമുക്ക് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാള് ഷൈൻ ചേർന്ന. പേടിയൊക്കെ അപ്പൊ ഷൈൻ പറയും. മഞ്ജു ചേച്ചി ഇത്രയും ഷൈനെ കുറിച്ച് പറഞ്ഞു. മഞ്ജു ചേച്ചി ക്വാളിറ്റി പറഞ്ഞ ഷൈൻ അട്രാക്ട് ചെയ്ത ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ എവിടെ വേണമെങ്കിലും എന്നെ പറ്റി പറയാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരും അതാണല്ലോ വലിയ കാര്യം. ചെയ്യുന്നതുകൊണ്ടല്ലോ അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ പറയുകയും വേണം. ബാക്കിയുള്ളവര് നമ്മൾ അറിയാത്ത ആളുകളാണ് നമ്മളെ പറ്റിയിട്ട് അധികം നമ്മളല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ആനേനെ കാണാത്ത ഒരാള് ആനേനെ ഡിസ്ക്രൈബ് ചെയ്ത കഥ അറിയാലോ. അതുപോലെ ആനേനെ കണ്ടവര് ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ, അറിഞ്ഞവരും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു 1.5 ഷോ സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി നേരെ സെന്ററിലേക്ക് പോയിക്കോളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ട് തുടങ്ങാണ്. എന്താ സംഭവം? ഫസ്റ്റ് നിങ്ങൾ 2 ടീമിനോട് ഒരേ ചോദ്യങ്ങൾ പോവാണ്. ആദ്യം അറിയാമെങ്കിൽ അപ്പൊ ഓക്കെ. ലേലുവല്ലു അതാണ് നമ്മുടെ ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. ആൻസർ അറിയുന്ന ആള് ആദ്യം ആ ബെല്ലടിച്ചു പോണം. എപ്പോഴും താഴേക്ക് വരികയും ഒരിക്കലും മുകളിലേക്ക് പോകാത്തതുമായത് എന്ത്? മഴ. പോയാലല്ലേ മഴയായിട്ട് വരുള്ളൂ. പക്ഷെ മഴ അല്ലല്ല, നീരാവി ഇതായാണ് മഴയായിട്ട് വരുന്നത്. അത് സ്കൂളിൽ പോയി പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അറിയില്ലെങ്കിൽ ഓക്കെ. ഒരു തലയുമുണ്ട്, ഒരു വാലുമുണ്ട്, പക്ഷെ ശരീരമില്ല. എന്താണത്? കറക്ഷൻസ് ഉണ്ട്. എന്താ? എപ്പോഴും താഴേക്ക് വരുന്നതും മേലേക്ക് പോവില്ലല്ലോ ഷൈൻ. കറക്റ്റ് ആയിട്ടുള്ള വേറൊരു ഉത്തരം ഉണ്ട്. എന്താ? കുറച്ച് പറയാൻ പറ്റാത്തതാ. പറയാൻ പറ്റാത്തതാണെങ്കിൽ അത് ഒരിക്കലും മേലോട്ട് പോവില്ല. നമ്പർ 1 പോണത് എപ്പോഴെങ്കിലും മേലേക്ക് വരും. കൊച്ചു പിള്ളേർ കിടക്കുമ്പോഴത്തേനും മേലോട്ടൊക്കെ പോവാം. എന്തായാലും 2 ചോദ്യം മഞ്ജു ചേച്ചിയുടെ ടീമിന് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ഓക്കെ. നമുക്കുണ്ടാക്കാൻ കഴിയുമെങ്കിലും കാണാൻ കഴിയില്ല. അതെന്താണ്? ശബ്ദം.
എടാ മോനെ, നീ കൊല്ലാനാ? എന്താണിത്? ഞാൻ റിമി ടോമിയുടെ 1-1-3 സ്ഥിരം കാണാറുണ്ട്. അവൻ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തോട്ട് ബസ്സിലാ വന്നേ. അപ്പൊ ബസ് സ്റ്റാൻഡിൽ എന്റെ പുസ്തകം കിട്ടി. എന്താ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോ? എനിക്ക് ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ ആർക്കും പറയാം, പക്ഷെ ഇതുപോലത്തെ ഉത്തരങ്ങൾ ആർക്കും പറയാൻ പറ്റില്ല. ഞങ്ങള് തന്നിരിക്കുന്നു. അപ്പം ഈ ടീമിന് 3 പോയിന്റ്, ഈ ടീമിന് ഒന്നുമില്ല, 0. അങ്ങനെ പറഞ്ഞൂടാ. മയത്തിലൊക്കെ പറ. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചു. അടുത്ത ചോദ്യം. മേരിക്ക് 4 പെൺമക്കളുണ്ട്. അവളുടെ ഓരോ പെൺമക്കൾക്കും ഒരു സഹോദരനും ഉണ്ട്. അപ്പൊ മേരിക്ക് എത്ര കുട്ടികളുണ്ട്? 4. ഇവിടെ ആദ്യം അടിച്ചു. ഉത്തരം തെറ്റാ. ചോദ്യം ഒന്നുകൂടെ. യെസ് മോളെ, യെസ് ചക്കരെ. വീണ്ടും അവര് തന്നെ എടുത്തിരിക്കുകയാണ്. മേരിക്ക് 4 പെൺകുട്ടികളുണ്ട്, അവർക്ക് ഓരോ സഹോദരന്മാരും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 4 പെണ്ണും ഒരാണും. ഒരാണും അല്ലേ? അത്ര 5 വരുള്ളൂ. പക്ഷെ അവള് കുഴപ്പിക്കാൻ വേണ്ടി ഈ 4 പെൺമക്കൾക്ക് ഓരോ സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അല്ല, 4 പേർക്ക് കൂടെ ഒന്നേ ഉള്ളൂ. മേരിക്ക് എത്ര കുട്ടികളുണ്ടോ? മേരിയുടെ സഹോദരന്മാരല്ലേ? അതാണ് പ്രശ്നം. അല്ല, മേരിക്ക് അല്ലല്ല, മേരിക്ക് 4 പെൺമക്കളുണ്ട്. Okay. അവളുടെ ഓരോ പെൺമക്കൾക്കും ഒരു സഹോദരനും ഉണ്ട്. മേരിക്ക് ഓരോ സഹോദരന്മാരുണ്ടെന്നല്ല അല്ല പറഞ്ഞത്? അല്ല 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 അത് ഇപ്പൊ പറഞ്ഞു പോയതാ. അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞു. ഇനി ഒരേ ഒരു ചോദ്യം കൂടി ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പറയാം. നിങ്ങളുടെ ആശയങ്ങൾ വളരും തോറും ഞാൻ ചുരുങ്ങുന്നു. ഞാൻ എന്താണ്? ഇനി പതുക്കെ പറയാൻ പറ്റൂ. ഇവിടെ ഷൈനാണ് ബെല്ലടിച്ചത്. അപ്പൊ നിങ്ങൾ പറയണം വളരുന്നു. അപ്പം ആശയങ്ങൾ വളരുന്നതനുസരിച്ച് ഞാൻ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. ആശയങ്ങൾ വളരും തോറും നമ്മളെല്ലാവരും സ്കൂളിൽ പോകുമ്പം ഇതായിരിക്കും നമുക്ക് ആദ്യം അല്ല, ഇറേസ് ചെയ്ത് കളി. ഇറേസർ. പെൻസില് എന്താ ഷൈൻ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചെയ്യണ്ടേ? ചുരുങ്ങില്ല. ഞങ്ങൾ മറ്റേ മൊനയുള്ള ഞാൻ മാറ്റണ പെൻസിലില്ലേ, അത് എത്ര എഴുതിയാലും അതേ സൈസിൽ അല്ല, അതും എഴുതി കഴിയുമ്പോ അതിന്റെ ഇത് തീരും. ഇത് തീരുള്ളൂ. ഇപ്പൊ അതേപോലെ തന്നെ ഇരിക്കും. അത് നിൽക്കും, പക്ഷെ അകത്ത് നിൽക്കുന്ന അങ്ങനത്തെ പെൻസിൽ ഉപയോഗിച്ചാൽ സാധനം അതില് ലോജിക്കില്ല. അങ്ങനെ പെൻസിൽ ഇല്ല. അതുകൊണ്ടാണ് ലോജിക്ക് അല്ലെങ്കിൽ അതുകൊണ്ടാണ് 5-0. അയ്യോ എനിക്ക് വയ്യ. എന്തായാലും ഇതിനെല്ലാ ചോദ്യങ്ങൾക്കും മറുത്തരമുള്ളത് കൊണ്ടും സമ്മാനം ഞങ്ങൾ അംഗീകരിക്കും. ഷൈൻ ചെയ്യുന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഉത്തരം ഇല്ലാതെ വേറൊരു ഉത്തരം അതൊക്കെ എല്ലാത്തിനും ഞങ്ങൾ അതിനുള്ള ഉത്തരം പറഞ്ഞു. എന്നാ നമുക്ക് അടുത്ത റൗണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇടുകയാണ്. ശ്രദ്ധിച്ചോ, അതായത് ഞാനിപ്പോ മഞ്ജു ചേച്ചിയുടെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ ഷൈൻ അതിന്റെ ആൻസർ പറയണം. ഓക്കെ, ഷൈനും ഷൈന്റെ ടീമും നിങ്ങൾ. ഓക്കെ, തിരിച്ച് ഷൈനിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അങ്ങനെ. ഓക്കെ, അപ്പൊ ശരി, 11 പുലിയാണ് കേട്ടോ. നമ്മൾ തുടങ്ങുന്നു. മഞ്ജു ചേച്ചിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് TV പ്രോഗ്രാമായ തട്ടിമുട്ടിയിൽ ചേച്ചി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന കഥാപാത്രത്തിന്റെ പേര് എന്ത്? മായാവതി അങ്ങനെ എന്തോ. നിങ്ങൾ ഒരു ക്ലൂവും കൊടുക്കരുത്. ആ കുട്ടികളുടെ പേരുകൾ ആലോചിക്കൂ. അയ്യോ എനിക്കറിയാം. ഞാൻ മായാവതി മോഹിനിയൊക്കെ പറഞ്ഞത് അങ്ങനെ എന്തോ റിലേറ്റഡ് ആണെന്ന് അറിയാം. വിളിക്കുന്ന കേട്ടില്ലേ? മോഹനവല്ലി. മായാവതി ലളിതാമ്മയാ. പേര് അതിൽ അങ്ങനെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇനി നിങ്ങളുടെ ടീമിനോടോ? ഇല്ല, ഷൈൻ്റെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഈ ടീമിന്റെ അടുത്ത് ചോദിക്കട്ടെ. ഇല്ല. ഷൈൻ വിജയ് എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തത് ഏത് സിനിമയിലാണ്? വിജയ്. പുള്ളി ഒരു ഭാര്യയും വേറെ പല സ്ഥലത്തും വേറെ ഭാര്യമാരൊക്കെ ഉള്ള
വിവേകാനന്ദ അത് ആ, വിവേക്. വിജയ് അത് വിവേകാനന്ദ എയറിലാണ്. അതല്ല ഏതാ അതല്ല വിജയ് എന്നുള്ള നെഗറ്റീവ് ഷെയ്ഡ് കൊച്ചിയിലായിരുന്നു ഷൂട്ട്. ഫസ്റ്റ് മൂവി ഒന്നും അല്ല, കുറച്ച് മൂവീസ് കഴിഞ്ഞിട്ട് ഷൈൻ ചെയ്ത മൂവിയാണ്. വിജയ് ഒരുപാട് അത് നെട്ടൂരായിരുന്നു അതിന്റെ ഷൂട്ട്. ഷൈൻ എപ്പോഴും ഓർമ്മയില്ലേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതിലെ ഹീറോ ആരാന്ന് പറയാമോ? ഏതേലും ഒരു ക്ലൂ തരൂ. കിട്ടിയോ? നിനക്ക് കിട്ടിയോ? കിട്ടിയില്ല. കൊച്ചെ അത് ഞങ്ങളോടാ ചോദ്യം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറയാം. ഇഷ്ക്. യെസ്, ഓക്കെ, പറഞ്ഞു ഇഷ്ടം. അപ്പൊ അവർക്കും പൂച്ച നമുക്കും പൂച്ച. ആ ഒരു കാര്യം പറയട്ടെ, ഇഷ്കിന് അതിന്റെ പേര് പറയുന്നേ ഇല്ല. ആ പോട്ടെ, ആ പടത്തിൽ ഉപയോഗിക്കാത്തത് എന്റെ പേരാ. കുഴപ്പമില്ല, കുഴപ്പമില്ല, എന്നിട്ടാണെങ്കിലും നമ്മള് ഇതിനകത്ത് നിൽക്കുന്ന സാരില്ല. ഓക്കെ, പോട്ടെ, അവർക്ക് അതൊന്നും കുഴപ്പമില്ല. 0-0. എന്റെ പേര് 0-0. ഓക്കെ, അടുത്തത് മഞ്ജു ചേച്ചി ഒരു ഡാൻസ് ടീച്ചറായി അഭിനയിച്ച മലയാള സിനിമ ഏതാണ്? ചേച്ചിക്ക് മനസ്സിലായോ? കിട്ടിയില്ല. സിനിമയുടെ പേര് മഞ്ജു ചേച്ചി ഡാൻസ് ടീച്ചറായിട്ട് സിനിമയാണോ? വർഷങ്ങൾ മുമ്പ് അതെ എനിക്ക് പേര് കിട്ടുന്നു. മഞ്ജു ചേച്ചിക്ക് ഉള്ളത് അല്ല ഈ മഞ്ജു ചേച്ചിയുടെ മഞ്ജു വാര്യർ. അല്ല ചേച്ചി ഇല്ല, ഇല്ല. ചേച്ചി ഒരു ഹെൽപ്പ് അല്ല എനിക്ക് പേര് കളക്ട് ചെയ്യാൻ പറ്റില്ല. ജയറാമേട്ടനുണ്ട്, ദിവ്യ ഉണ്ണി ഉണ്ട്. സൂര്യ. നമ്മൾ ഒരാളുടെ അനുഗ്രഹം അത് പറയും. അനുഗ്രഹീതൻ കലാകാരൻ നല്ലത് വരാൻ വേണ്ടി ആയുഷ്മാൻ ഭവ. ഓക്കെ, എനിക്ക് തരണം ആ സമ്മാനം. പറഞ്ഞു പറയിപ്പിച്ചു ഒരു മാർക്ക്. അങ്ങനെ ആദ്യമായിട്ട് ഷൈനിന്റെ ടീമിന് ഒരു പോയിന്റ്. ഓക്കെ, ഷൈൻ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ഏതാണ്? യെസ്, കറക്റ്റ്. അപ്പൊ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്കും 1 പോയിന്റ്, ഇവർക്കും 1 പോയിന്റ്. ഓക്കെ, അതിൽ നിൽക്കാണ്. പക്ഷെ ലീഡ് ചെയ്ത് നിൽക്കുന്നത് മഞ്ജു ചേച്ചിന്റെ ടീം തന്നെയാണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക്. മൂന്നാമത്തേത് അരം പ്ലസ് അരം കിന്നരം. അതാണ് സെഗ്മെന്റിന്റെ പേര്. അതായത് നിങ്ങൾ തന്നെ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലീഡർ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾ 3 ഗേൾസും ചേർന്ന് നിങ്ങളുടെ ലീഡറിനെ ഇങ്ങനെ പുകഴ്ത്തി പറയണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ലീഡറിനെ പുകഴ്ത്തി പറയണം. ഇതിലെ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ പുകഴ്ത്തി പറയുന്നത്? ഇത്ര സമയം വരെ വേണമെങ്കിലും പുകഴ്ത്തി പറയണം. പുകഴ്ത്തി പറഞ്ഞോ, കുറച്ച് സമയം തരാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാപ്റ്റൻ ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പോലും പറയാത്ത ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇത്രയും മാർക്ക് വേണ്ടത് മാത്രമല്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും ഇന്റലക്ച്വൽ ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നും ഇണ്ടാതിരിക്കും ഷൈജേട്ടോ, ഒന്ന് പറയട്ടെ. കണ്ടോ, ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ പറയുമ്പോ എന്നെ ഇടയിൽ കയറ്റുന്നത് എത്തിക്സിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ഷൈൻ ചേട്ടൻ. ഇപ്പൊ ഞാൻ പറയുന്നത് ഷൈൻ ചേട്ടൻ പൊക്കി പറഞ്ഞാലും ഷൈൻ ചേട്ടൻ അത്രയ്ക്ക് പൊക്കൊന്നും വേണ്ട, കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതി. അത്രയ്ക്കും മിണ്ടരുത്. സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. ഇല്ല, അദ്ദേഹം പറയില്ല. ചന്ദനായിട്ട് ഷെയ്ൻ ചേട്ടൻ സൽസ്വഭാവിയാണ്, സുന്ദരനാണ്, സത്യസന്ധനാണ്. അല്ല, ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എത്തിക്സോടെ സംസാരിക്കും. ഇപ്പൊ മഞ്ജു ചേച്ചി പറഞ്ഞു. അതെ, ഒരാള് എന്ത് ഉണ്ടെങ്കിലും ലൈക്ക് ഉള്ളി വെച്ചോണ്ടിരിക്കാണ്ട് ഫുൾ ആയിട്ട് പറയാം. അത് ആർക്ക് എങ്ങനെയാ തോന്നുന്നില്ല. ഞാൻ പറയുന്നില്ല. എന്നാലും ഷെയ്ൻ ചേട്ടാ ബാക്കിയുള്ളവർ അതും പറയാത്ത സ്ഥിതിക്ക് ഷെയ്ൻ ചേട്ടൻ ഉള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറയുമ്പോ, അല്ല ഉള്ളതുപോലെ തുറന്നു പറയുന്ന മലയാള സിനിമയിലുള്ള നടന്മാരിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതിലുള്ള ഷൈൻ ചേട്ടനാണ്. അത് ഒരു മടിയും കൂടാതെ വളരെ പ്രോപ്പർ ആയിട്ട് പറയും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഷൈൻ ചേട്ടനെ കിട്ടി. കാരണം ഷൈൻ ചേട്ടൻ എത്തിക്സോടെയാണ് മുന്നോട്ട് പോകാറുള്ളത്. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ലീഡറിനെ കുറിച്ച്. ഇനിയുണ്ട്. ഓക്കെ പറഞ്ഞു. ഇനി ഈ ലീഡറിനെ കുറിച്ച് പറഞ്ഞേ. പറഞ്ഞോളൂ. നമ്മൾ തള്ളില്ല, നമ്മൾ ഉള്ള കാര്യങ്ങളെ പറയും. കഴിഞ്ഞ ഞങ്ങൾ തുടങ്ങട്ടെ, ഞങ്ങൾക്ക് അവസരം തള്ളാനാണെങ്കിൽ വേറെ ഉണ്ട് കുറെ. ഞങ്ങൾ തുടങ്ങാം. 49 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും മധുര 17ന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന സൗന്ദര്യ തിടമ്പാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.
കഴിഞ്ഞ 35 വർഷക്കാലമായി മലയാള സിനിമയിലും സീരിയൽ രംഗത്തും എന്ന് വേണ്ട സാംസ്കാരിക രംഗത്തും എല്ലാവിധ രീതിയിലുള്ള എല്ലാ അത് കൂടുതലായി. സിനിമാ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന വ്യക്തിത്വം, സുന്ദരി, സുമുഖ, സുശീല. ചേച്ചി വളരെ നല്ലൊരു മൃഗസ്നേഹിയാണ്. ഓക്കെ, സൂപ്പർ ഒരു മൃഗസ്നേഹി. പിന്നെ നല്ലൊരു അമ്മയാണ്, വളരെ ബോൾഡ് ആയിട്ടൊരു സ്ത്രീയാണ്. ഏത് ക്യാരക്ടറും ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ചേച്ചി ഇങ്ങനെ മനസ്സിലായോ? അതാണ് ചേച്ചിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ മകളെ സ്നേഹിക്കുന്ന ഇത്രയും നല്ലൊരു അമ്മയെ നമുക്ക് വേറെ കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അല്ല, പക്ഷെ ചേച്ചി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ചേച്ചിയും ചേച്ചിയുടെ മകളുടെ ഇന്റർവ്യൂ കണ്ട ഏതൊരു മലയാളിയും പറയും ഇത്രത്തോളം ഇങ്ങനെ അത്ര ഇന്റിമസി ബോണ്ട്. അത് വളരെ എന്താ പറയാ, ചേച്ചി കൈയടിക്കേണ്ട ഒരു കാര്യം കേട്ടോ ചേച്ചി. ഇപ്പൊ പലർക്കും കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. അതെ ഇത്രത്തോളം ഫ്രീഡം കൊടുത്ത് ഇത്രത്തോളം നല്ല രീതിയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ ഗുഡ് മാം. പിന്നെ സിനിമകളിലായിക്കോട്ടെ സീരിയലിലായിക്കോട്ടെ ഏത് ഭാഷ, ഏത് സ്ലാങ് കൊടുത്തോളൂ. ഭാഷ ഞാൻ ഉദ്ദേശിച്ചത് ഏത് സ്ലാങ് കൊടുത്തോളൂ ചേച്ചി എല്ലാം ചെയ്യും. ചേച്ചി ഏത് നാട്ടില്, നമ്മുടെ കേരളത്തിലെ ഏത് ജില്ല എടുത്താലും എല്ലാ ജില്ലയിലും എല്ലാം. മമ്മൂട്ടി കഴിഞ്ഞാൽ ഇതുപോലെ സ്ലാങ് ഉപയോഗിക്കുന്ന മറ്റൊരു മലയാളത്തിലെ ഒരു നടിയോ നടനോ ഇല്ല. നമ്മുടെ ചേച്ചി നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ പോലും ഈ അഭിനയ പ്രതിഭയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇല്ല ചേച്ചി? എവിടെയുണ്ട് അതുപോലെ അല്ല, ഞങ്ങൾക്ക് ഇത്രയും തിരക്കിന്റെ ഇടയിലും ഷൈൻ ചേട്ടന് വരുന്ന മെസ്സേജ് ഒക്കെ നോക്കി അതിന് അത് ഷൈൻ ചേട്ടൻ പെൺകുട്ടികളുടെ മെസ്സേജ് മാത്രം നോക്കി റിപ്ലൈ കൊടുക്കും. മഞ്ജു ചേച്ചി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ഞാൻ പെൺകുട്ടികൾക്ക് മാത്രമാണ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. അതായത് മലയാള സിനിമ കണ്ട ഉർവശി കഴിഞ്ഞാൽ ഏറ്റവും വേഴ്സറ്റൈൽ ആക്ട്രസ്. ഈ ഷൈൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇന്റർവ്യൂവിൽ ഒരു മുഖമുണ്ട്, പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ഫിലിമിലേക്ക് വരുമ്പോ ഷൈൻ ചേട്ടൻ വളരെ ഡിഫറെന്റ് ആണ്. നമുക്ക് ഈ ആളാണ് ഇന്റർവ്യൂവിൽ ഇരുന്ന് ഭയങ്കര ചില്ലായിട്ട് സംസാരിക്കുന്നത് മുഖം കൊണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ? ആൾക്കാരുണ്ടാവുന്ന ഒരു പ്രശ്നം. നമുക്ക് ടീമിന്റെ അടുത്ത് ചോദിക്കാം, ആരാണ് ഇതിനെ തന്നെ സംശയിക്കും. ഞങ്ങൾ ഏറ്റവും മികച്ച പോയിന്റ് പറഞ്ഞു. രമ്യ ചേച്ചി അവരാദ്യം പറഞ്ഞു തെറ്റിച്ചു, രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും അവര് പറഞ്ഞു. ചേച്ചി ഓടാതെ ചേച്ചി കൂടെ വാ ചേച്ചി. മഞ്ജു ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതെ അറിയാൻ വേണ്ടി തന്നെ കുറേയായി. പേർക്കും ഓരോ പോയിന്റ്. അതെന്താ അങ്ങനെ ചോദിച്ചാ ചേട്ടാ? ആദ്യമായിട്ട് കാണുന്നതും നേരെ മുന്നേ പരിചയമുള്ളവരും ഒന്ന് വ്യത്യാസം ഉണ്ടാവുന്നുള്ളത്. ആദ്യമായിട്ട് കാണുന്നവർ എത്ര പേരത്തില്? ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചേച്ചിനെ. 3 പേര് ആദ്യമായിട്ടാണ്. ഒരാൾ മാത്രം ഇതിൽ ഒരാൾ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ മാത്രം ഇതില് ഒരാളും കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഒരാള് ഇതുണ്ട്. ഒരാൾ മാത്രമേ എന്നെ പരിചയമില്ലാത്തുള്ളൂ. ഇതില് 3 പേർക്ക് പരിചയമില്ല. എന്നിട്ടാണ് ഇത്രയും. അപ്പൊ ഞങ്ങളല്ലേ അല്ലേ ഷഹിൻ ചേട്ടൻ തന്നെ പറഞ്ഞു ഞങ്ങളെ വിജയിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റുമോ? പരിചയമുള്ളവര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. രമ്യ ചേച്ചി ഒരു കാര്യം പറയട്ടെ. മഞ്ജു ചേച്ചി വളരെ നല്ലൊരു സ്ത്രീയാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ മഞ്ജു ചേച്ചി എല്ലാം വിട്ടുകൊടുക്കുന്ന സ്വഭാവം. അതുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റന്റെ സ്വഭാവം നമ്മളും അങ്ങോട്ട് എടുക്കുക. ഒരു മാർക്ക് കൊടുത്തോടെ നമുക്ക് രണ്ടുപേർക്ക് വീക്കിലേക്ക് 6 പോയിന്റോടെ ഞങ്ങൾക്ക് 1 പോയിന്റ് പോയാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എടുത്തോ, 1 പോയിന്റ് എടുത്തോ. ഔദാര്യം, ഞങ്ങളുടെ ഔദാര്യം. ഈ ടാസ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ്, ഇവിടെ 1 പോയിന്റ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ലീഡ് ചെയ്യണത് മഞ്ജു ചേച്ചിയുടെ ടീം തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. പേഴ്സണൽ ലൈഫില് ഒരുപക്ഷെ എനിക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഷൈൻ ഉണ്ടാവാം. ഷൈൻ ഇല്ലാത്ത ചെയ്യാത്ത ചില നല്ല കാര്യം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ. അത്രേ ഉള്ളൂ. പുറമേയുള്ളവർക്ക് അത് നമ്മുടെ ഭയങ്കര മോശമാണെങ്കിലും നമുക്ക് അത് നല്ലതാണ്. അതെ ഒരാളുടെ അത് അയാൾക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മഞ്ചേച്ചിയുടെ കുറെ ക്വാളിറ്റീസ് ചിലപ്പോ എന്റെ എനിക്ക് വന്നു വരുമ്പോ എനിക്കത് വളരെ ആവശ്യമില്ലാത്തതായിരിക്കും. പക്ഷെ എന്റെ കുറെ ക്വാളിറ്റീസ് മഞ്ചേച്ചിക്ക് വരുമ്പോ വളരെ ആവശ്യമില്ല. നമ്മളെല്ലാം ലൈഫിലേക്ക് വരുമ്പോ സാധാരണക്കാരാണ്. ഇപ്പൊ എല്ലാ ചെടികൾക്കും ഒരേ ആംബിയൻസ് അല്ലല്ലോ, അല്ലെങ്കിൽ ചുറ്റുപാടല്ലല്ലോ വേണ്ടത് വളരാൻ. ചിലവർക്ക് ഇപ്പൊ മരുഭൂമി തന്നെ വേണ്ടി വരും. ചില ചെടികൾക്ക് മരുഭൂമി തണൽ തന്നെ വേണ്ടി വരും. ചിലർക്ക് വെയിൽ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചിലവർക്ക് കറ നല്ലതാണെന്ന് പറയില്ലേ? നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. നല്ല മനുഷ്യനാണ്. കറ നല്ലതാണെന്ന് പറയില്ലേ? എല്ലാവർക്കും കറ നല്ലതാണ്. ഓക്കെ, അടുത്ത സെഗ്മെന്റ് ആശാൻ ആളൊരു കേസരിയ. അതായത് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് ടീം ലീഡർ മിണ്ടരുത്,
ടീം ബാക്കി കൂടെയുള്ളവർക്ക് തോന്നുവാണ് നിങ്ങളുടെ ടീം ലീഡറിന് ഇതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രസ് ചെയ്യാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം രമ്യ ചേച്ചി, ചിലരെ ടീം വർക്ക് ചെയ്യുമ്പോ ചില ടാക്ടിക്സ് ഇറക്കും. ചിലർ പറയും മൂളാം, നിങ്ങൾ ചെയ്തു അങ്ങനെയൊക്കെ പറയും. ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഉത്തരം തെറ്റിപ്പോയാൽ ഒരു പോയിന്റ് മൈനസ് ചെയ്യും. ഞങ്ങൾക്ക് അതിന് പോയിന്റ് ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ട്. point കൂടി ഒരു point ഉണ്ട്. ഓക്കെ, കേരളത്തിൽ ഒരു ഗ്രാമം തന്നെയുണ്ട്. അവിടേക്ക് വാഹനങ്ങൾ പോകാൻ പറ്റില്ല. 100% കാൽനട. അത് ഏത് ജില്ലയിലാണ്? നിങ്ങളുടെ ടീം ലീഡറിന് അത് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ബസറടിക്കാം. ജില്ല തന്നെയുണ്ടോ? അത് ഏത് ജില്ലയിലാണ്? ഓ, ആ സ്ഥലം ഏത് ജില്ലയിലാണ്? ആ ഗ്രാമം എന്തോ ഒരു സൗണ്ട് ഒക്കെ ഞാൻ കേട്ടു. കാസർഗോഡ്. അല്ല, അറിയാൻ വേണ്ടിട്ടാ. ഞാൻ പറയാം. അല്ല, അറിയാൻ അങ്ങോട്ട് ഇങ്ങനെ കണ്ണുവെച്ചൊന്നും കാണിക്കുന്നുണ്ട്. പറഞ്ഞു തന്നില്ല. ഞാൻ ഒന്നെങ്കിൽ വയനാട് അല്ലെങ്കിൽ കോഴിക്കോട്. അല്ല ഞാനല്ലേ പറയണ്ടേ. ഷൈൻ പറഞ്ഞ ആൻസർ. ഷൈൻ പറഞ്ഞു അറിയാതെ പറഞ്ഞു പോയതാ. വയനാട്. വയനാട് Yes, yes. അപ്പൊ ഞങ്ങൾക്ക് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കേരളത്തിലെ ഒരു പള്ളിയിൽ ഒരിക്കൽ തിളക്കമുള്ള ഒരു നീല വെളിച്ചം തെളിഞ്ഞു. അത് എവിടെയാണ് ആ പള്ളി? ഏതാണ് ആ പള്ളി? അത് അവിടെ അറിയാൻ പറ്റും. അല്ല മുസ്ലിം പള്ളിയാണോ ചർച്ചാണോ? ചേർച്ചാണ്. ചർച്ചാണ്. എവിടെയാണ്? ഫേമസ് പള്ളിയാണോ? എന്തെങ്കിലും അടിച്ചു. തങ്കപ്പള്ളി, അതെവിടെ സ്ഥലം? ആലപ്പുഴ. ആ, രണ്ട് പിന്നെ point ക്ലൂ, 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 പിന്നെ ക്ലൂ, 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 ക്ലൂ. ഞങ്ങൾക്ക് അവസരം. അല്ല, എവിടെയാ? എന്റെ സ്ഥലം എവിടെയാ? പാലാല. അപ്പൊ കുരിശുപള്ളി. ആ, പാലയിലെ ഇത്. അല്ല, അതിലെ മാർക്കില്ലല്ലോ. ഇല്ല, അരുവിത്തറ ഇളം തുരുത്തിപ്പള്ളിയാണ്. ഇത് ബാക്കില്ല, പക്ഷെ അവിടെ മൈനസോ. ചോദിക്കാനേ പാടില്ല. ഞങ്ങളുടെ സ്ഥലം ഇത് മതപരമായിട്ടുള്ള ചോദ്യമല്ലേ? ഇത് മതപരമായിട്ടുള്ള ചോദ്യമാണ്. ഇത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. മതപരമായിട്ടുള്ള ചോദ്യമല്ലേ? അത് മോശമായിപ്പോയി. അത് ക്രിസ്ത്യാനികൾക്ക് തന്നെ അറിയില്ല ചോദ്യം. ഉത്തരം. ശരി ശരി. അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ്സ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്. അല്ല, മറ്റേ അമലിന്റെ പടത്തിലില്ലേ? നമ്മള് നമുക്ക് അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ വിശേഷങ്ങൾ. വെള്ളപ്പൊക്കത്തിനുള്ള സമ്മാനം. ആ സമ്മാനം അല്ല, ഏറ്റവും നല്ല ജില്ല വെള്ളപ്പൊക്കത്തിന്. ആ ചോദ്യമൊക്കെ ചോദിക്കേ. ഈ ബോക്സിനകത്ത് ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഇതാണോ? ഇതിനകത്തൊരു സംഭവം ഉണ്ട്. തുറന്നു നോക്കാൻ പറ്റൂല. ഇപ്പൊ തുറന്നു നോക്കരുത്. ഞാൻ ഒരേ ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട് ലാസ്റ്റ്. ക്ലൂ പറയണം. അതെ. ഓക്കെ, സാധനത്തിന്റെ പേര് പറഞ്ഞോളൂ. ഇതിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഓരോരോ ക്ലൂയിലൂടെ ഞാൻ പറയും. അതില് ഫസ്റ്റ് ക്ലൂല് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ് കിട്ടും. ഇതടിക്കണം. അപ്പൊ അതടിക്കണം. തൊടാൻ പറ്റില്ല. തൊടണ്ട. ഇതിന്റെ മാത്രം പ്രോപ്പർട്ടി. അതല്ല, രണ്ടാമത്തെ ചോദ്യത്തിലാണ് നിങ്ങൾ അതിന്റെ ആൻസർ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് 9 പോയിന്റ്സേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പോകെ പിന്നെ 8, പിന്നെ 10 ചോദ്യം ഉണ്ടോ? അപ്പൊ 10 ചോദ്യം, 10 ക്ലൂ തരുമ്പോ നമുക്ക് രണ്ടും മൂന്നും പറയാൻ പറ്റണം. അതോടെ തീർന്നു കേട്ടോ. ഈ 1.5 ചോദ്യം ഈ കവറിനകത്ത് എന്താന്നുള്ളതല്ലേ? ഓക്കെ, ഞങ്ങൾ പറഞ്ഞു. പറയണം. ഓക്കെ, എന്നാ ഫസ്റ്റ് ക്ലൂ പറയാമേ. പോക്ക. അതാണ് ഈ സെഗ്മെന്റിന്റെ പേര്. പോക്ക. ഓക്കെ, എനിക്ക് ഒരു കിരീടമുണ്ട്. 10 മാർക്കിന്റെ ചോദ്യമാണ്. എനിക്കൊരു കിരീടമുണ്ട്. ഒരു മിനിറ്റ്, എനിക്കൊരു കിരീടമുണ്ട്. നിങ്ങളാണ് മാക്സിമം. ഇതിലെങ്കിലും നിങ്ങൾക്ക് ഇവരെ തോപ്പിക്കാൻ പറ്റും. എനിക്കൊരു കിരീടമുണ്ട്. നിങ്ങൾക്ക് എനിക്കല്ല, ഈ സാധനത്തിന് ഒരു കിരീടമുണ്ട്. സാധനത്തിന് ഒരു ഇതിന്റെ ഉള്ളില് ഓക്കെ. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? കിട്ടിയോ? എനിക്കൊരു കിരീടമുണ്ട്. ഉത്തരം അറിയാമെങ്കിൽ മാത്രം മതി. അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സത്യം പറഞ്ഞ രമ്യ ചേച്ചി, പാക്ക് ചെയ്തപ്പോ കണ്ട. അല്ല ഞാൻ കണ്ടതല്ല. നമ്മളെപ്പോഴും മൈൽ സ്റ്റോണിന്റെ പ്രൊമോഷൻസ് എടുത്തെടുത്ത് എപ്പോഴും അസാസ് എൽ ഇ ഡി ലൈറ്റ്സ് പറഞ്ഞ് ഒരു ലൈറ്റ്സ് അല്ല. അല്ലേ? ചതുരാകൃതിയിലല്ലാത്തൊരു പെട്ടി. ഈ പെട്ടിക്കകത്ത് നിങ്ങൾ ഓക്കെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ രണ്ടാമത്തെ അല്ല, ഈ കവറിനകത്തല്ല, ഞാൻ ഉത്തരവാണ് പറഞ്ഞത്. ചതുരാകൃതിയിലല്ലാത്തൊരു പെട്ടി, കാർഡ്ബോർഡ് പെട്ടി ഇതിനകത്തുണ്ട്. അതുണ്ട്. അതിനുള്ളിൽ എന്താ ഉണ്ട്? നിങ്ങൾ കടലാസിന്റെ ശരി, പോട്ടെ. അടുത്ത ഞാൻ വായിക്കാം. ആദ്യത്തെ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോ അവർക്കും കിട്ടിയില്ല. നമുക്ക് മാത്രം. രാവിലെയും വൈകുന്നേരവും ചിലപ്പോൾ എന്നെ ആൾക്കാർ പല രീതിയിൽ കൂടെ കൂട്ടാറുണ്ട്. രാവിലെയും വൈകുന്നേരവും ചിലപ്പോൾ എന്നെ ആൾക്കാർ പല രീതിയിൽ കൂടെ കൂട്ടാറുണ്ട്. അപ്പൊ 2 ക്ലൂ ആയിട്ടുണ്ട്. എനിക്ക് ഒരു കിരീടമുണ്ട്. രാവിലെയും വൈകുന്നേരവും ചിലപ്പോൾ എന്നെ ആൾക്കാർ പല രീതിയിൽ കൂടെ കൂട്ടാറുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോകണം. ഓക്കെ, എന്റെ കൂട്ടത്തിലെ പല വിഭാഗക്കാരിൽ ഞാനാണ് ഏറ്റവും ശക്തൻ. എന്റെ കൂട്ടത്തിലെ പല വിഭാഗക്കാരിൽ ഞാനാണ് ഏറ്റവും ശക്തൻ. കിരീടമുള്ള ആളാണ്,
ചില ആൾക്കാർ രാവിലെയും വൈകുന്നേരം ചിലപ്പോൾ കൂടെ കൂട്ടും. ഗുഡ് നൈറ്റ്. കൂടെയുള്ള ആൾക്കാരിൽ ഏറ്റവും ശക്തൻ ഞാനാണ്. അതായത് എന്റെ കൂടെ പല ആൾക്കാരും ഉണ്ട്, ആ സെയിം കാറ്റഗറിയിൽ പലതും ഉണ്ട്. അതിൽ ഏറ്റവും സ്ട്രോങ് ശക്തൻ ഇതാണ്. ഓക്കെ, അടുത്തത് ഇനി ഇത് വെച്ച് പൊയ്ക്കോണം കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് അടുത്തത്, ശരീരം ഫിറ്റ് ആയി കാത്തു സൂക്ഷിക്കുന്നവർക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. പ്രോട്ടീൻ കിരീടം ഉണ്ടെന്ന് പ്രോട്ടീൻ പൗഡർ നിങ്ങളാണ് ബലടിച്ചത്. പറഞ്ഞോട്ടെ പ്രോട്ടീൻ പൗഡർ ചെക്ക് ഒന്ന് പറഞ്ഞു നോക്ക്. വാഴക്കൊമ്പ് അല്ല വാഴക്കൊമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. വാഴക്കൂമ്പാണ് ചേച്ചി എല്ലാം കൂടെ. എനിക്കൊരു കിരീടം ഉണ്ട്, രാവിലെയും വൈകുന്നേരം. ചിലപ്പോൾ വാഴക്കൂമ്പ് എന്തിനാ രാവിലെയും വൈകുന്നേരം ആൾക്കാർ കൂട്ടും? ഇല്ല നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ പറ്റൂല. അല്ല ഞാൻ നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല. ഇല്ല അല്ല നാളികേരമാണ് നാളികേരം ചേച്ചി ഫ്രൂട്ട് ആണെങ്കിൽ പഴം. അങ്ങനെ പറയാൻ പറ്റൂല. പഴമല്ല. നാളികേരമാണ് നാളികേരം. അടുത്ത clue എനിക്ക് അടുത്ത clue. അടുത്ത ക്ലൂവില് മിക്കവാറും ഇവർക്ക് കിട്ടും. ഓക്കെ, എന്നൊക്കെ ബുദ്ധിയുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായി. സംഭവം ഞാൻ കേമമെങ്കിലും നിങ്ങളിൽ മടിയന്മാർക്കും ഒന്നിനും കൊള്ളില്ലേലും എന്റെ പേര് വെച്ചങ്ങ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് സൺ. വാഴ വാഴ. വാഴ ഞാൻ പറഞ്ഞല്ലോ. ചേച്ചി പറഞ്ഞു. ചേച്ചി തന്നെ പറഞ്ഞു. ഞാൻ വാഴയാണ് പറഞ്ഞത്. വാഴയാണ് അല്ലല്ല ഞാൻ വാഴ എന്ന് പറഞ്ഞപ്പം അല്ലല്ല വാഴ എന്ന് പറഞ്ഞ വാഴക്കൂമ്പെന്ന് പറഞ്ഞു. നോ 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 ഞാൻ വാഴ പറഞ്ഞു. ഞങ്ങൾ ഇതിലേക്ക് ജയിക്കും. ആൻസർ അല്ലാതെ അവിടെ ഞാൻ വാഴ പറഞ്ഞു. ആൻസർ വാഴയല്ല. വാഴയല്ലേ? അടുത്ത ക്ലൂ കൂടെ പറയട്ടെ. വാഴയായ പോലെയുള്ളത് ഞങ്ങളെ പോലെ ആ, നിക്ക് അടുത്തും കൂടെ പറയുമ്പോ കിട്ടും. തന്നെയല്ല ഇവിടെ ചേർന്നില്ല. വറുത്തതും വറുത്തും പൊരിച്ചും പുഴുങ്ങിയും എന്റെ പൊന്നോ പഴംപൊരിയാണോ? ഏത്തപ്പഴം ഏത്തപ്പഴം ഇതിനകത്ത് എന്താണ്? പിന്നെ പഴം വാഴയില്ലാതെ പിന്നെ ആൻസർ ചെയ്യണം. ഞാൻ ആദ്യം വാഴപ്പഴം പറഞ്ഞു. പഴം എന്ന് പറയുമ്പോ നിങ്ങൾ പറയണായിരുന്നു മാത്രം എന്താണ്? നേന്ത്രപ്പഴം. അതാണ് ഏത്തപ്പഴം ഫസ്റ്റ് പറഞ്ഞു. അല്ല ഇതിലവിടെ കിരീടം എന്ന് പറഞ്ഞു. എടാ 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 അങ്ങനെ എതിരില്ലാതെ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ല പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് പല പഴങ്ങളുണ്ട്. അതിൽ ഏത് പഴമുള്ള പഴം? അങ്ങനെയാണെങ്കിൽ വാഴക്കൊമ്പെന്ന് പറഞ്ഞപ്പോ വാഴ എന്ന് പറയുന്നത് പറഞ്ഞില്ല. അതുപോലെ ഇല്ല ഞാൻ വാഴ എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. കാണിച്ചപ്പോ ഞാൻ വാഴക്കൊമ്പെന്ന് പറഞ്ഞു. അല്ല ഇതിലവിടെ അശോകന്റെ ക്ഷീണമാവാം അല്ലേ? ക്ഷീണമാവാം. പറഞ്ഞേ പറ്റും. ഇതാണ് കിരീടം. അപ്പൂസ് ഉദ്ദേശിച്ച കിരീടം. ഇതാണ് കിരീടം. അപ്പൂസിന് കൊടുക്കാം കിരീടം. അപ്പൂസിന് കൊടുക്കാം നമുക്ക്. എല്ലാത്തിനും ഉണ്ടല്ലോ ഇങ്ങനെ. അതല്ലെന്നേ. എടാ വാഴയുടെ അപ്പൊ ഒരു പ്ലീസ് പ്ലീസ് അപ്പൊ ബ്രോ നീ വാ. ചേച്ചി കണ്ടല്ലേ? പ്ലീസ് ഒരു മിനിറ്റ് എടാ ഒരു മിനിറ്റ് ഞാൻ തരാവേ ഇത്. ഇത് രാവിലെ വൈകിട്ടൊന്നും ഇത് കഴിക്കും. രാവിലെ വൈകിട്ട് ആയിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ളപ്പോ കഴിക്കാം. അവന്റെ ഇത് കിരീടം കഴിക്കാതിരിക്കാം. തലയിൽ വെച്ചിറങ്ങി വാ. ഇതിലെവിടെ കിരീടത്തിന്റെ ക്ലൂ? രാവിലെ രാത്രി അതും ചോദിക്കും. രാവിലെ രാത്രി ഇത് കഴിക്കുന്നത് എന്താണ്? ഇപ്പൊ തോന്നുന്നു അപ്പൊ കഴിക്കാം. അങ്ങനെയല്ല, ചില ആൾക്കാർ കാരണം ഡയറ്റ് ഇപ്പോഴത്തെ എടുക്കുന്ന രാവിലെ എന്ന് ആൾക്കാര് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോ 11 മണിയോ? അതല്ല ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ കാർബ്സ് ഒക്കെ കട്ട് ചെയ്ത് വേറൊന്നും കഴിക്കാതെ ഈ പഴമാകുമ്പോ എനർജി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇത് തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെയുള്ള ക്ലൂ എന്താ? പിന്നെ അടുത്ത ക്ലൂ എന്താണെന്ന് ചോദിച്ചാൽ എന്റെ കൂട്ടത്തിലെ ഏറ്റവും പല വിഭാഗക്കാരിൽ ഞാനാണ് ഏറ്റവും ശക്തൻ. പല പുള്ളി എന്നെ പറഞ്ഞോണ്ട് കാര്യമുണ്ടോ? ഇതിലും ശക്തനായ അല്ലല്ല, പഴങ്ങളിൽ ഏറ്റവും സ്ട്രോങ് റോബസ്റ്റ് അല്ല, റോബസ്റ്റ ശക്തമല്ല. ഇതിനാണ് ഏറ്റവും കൂടുതൽ. ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെ, പക്ഷേ ന്യൂട്രീഷനും എല്ലാം ഇതിനേക്കാളും nutrition value ബലമുള്ളത് കൂടുതല്. ഏതാണെന്നോ? ചെറുപഴം പച്ചക്കരിക്കുമ്പോ ഇതിനോട് ബലം ഉണ്ടല്ലോ. പോടുന്നു, ഇത്ര ബലമൊന്നും ഇല്ല. അതൊക്കെയാണ് ഇതിന്റെ ഇത്. എന്തായാലും കഴിഞ്ഞു, ഒന്ന് പോയ അവിടുന്ന്. ആ പഴം വേണം കഴിച്ചോ. അപ്പൊ എന്തായാലും വളരെ ആക്റ്റീവ് ആയിട്ട് ഇവിടെ തോൽക്കുകയും ഇവിടെ ജയിക്കുകയും ഒക്കെ നീ ഇപ്പോഴും ഞങ്ങളുടെ പടത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെ കളിയെ മാത്രമേ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. അയ്യോ അല്ല, നിങ്ങളുടെ ഗെയിം നമ്മൾ അടിനാശം വെള്ളപ്പൊക്കം. തീർന്നില്ല. നിങ്ങൾക്കൊരു പേര് പോലെ ആക്കരുത് ഞങ്ങളെ. ചേച്ചി അതെ, ചേച്ചിക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രൈസ് പിടിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ ഒരേ പ്രൈസ്. ഞങ്ങൾ എല്ലാവർക്കും ഒരേ പ്രൈസ്. എന്നാ പിന്നെ നമുക്ക് തോറ്റാ മതിയായിരുന്നു. കസ്റ്റമൈസ് ചെയ്ത ഒരു ഹാമ്പർ ക്വീൻ ആണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റേത്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ആദ്യമായിട്ടല്ലോ ഇത് കൊടുക്കണം. ഇത് ആദ്യം അടിനാശം വെള്ളപ്പൊക്കം എന്ന പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ആദ്യമായിട്ട് കസ്റ്റമൈസ്ഡ് ഹാമ്പേഴ്സ് ഞങ്ങൾ കൈമാറുന്നു. അടിനാശം വെള്ളപ്പൊക്കം.
ഡിസംബർ 5-ാം തീയതി റിലീസാണ്, അത് പറഞ്ഞില്ല. അതെ, ഓർപ്പിക്കണം എപ്പോഴും. അപ്പൊ ഡിസംബർ 5-ന് റിലീസ് ചെയ്യുന്ന അടുനാശം വെള്ളപ്പൊക്കം ദാ നിങ്ങൾക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകുന്നു നല്ലൊരു ഗിഫ്റ്റ്. വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് ഓക്കെ, ഗിഫ്റ്റുകൾ തീർന്നില്ല. നിങ്ങൾ ഗിഫ്റ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, മൂവിയൊക്കെ വിട്ടു. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ദേ ആദ്യം വീണ്ടും ഈ ടീമിലേക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ചേച്ചി എല്ലാവർക്കും പാസ് ചെയ്തോ, നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ശരി, അങ്ങനെ സമ്മാനങ്ങളെല്ലാം ഇവിടെ തന്നിരിക്കുകയാണ്.